ഞാൻ പറഞ്ഞു 30-ാം ദിവസം എനിക്ക് തിരിച്ചു തരണം, 30-ാം ദിവസം തിരിച്ചു തരണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ PhD ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയിലേക്ക് എഴുതിയാൽ അവർ പുസ്തകം അയച്ചു തരും. 30-ാം ദിവസം അവരെൻ്റെ അടുത്ത് പുസ്തകം കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ഇതിൽ PhD ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞത്, ഇതിൽ PhD ചെയ്യണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ എന്താ കാരണം? ഇത് ഇങ്ങനെ വായിച്ചിട്ടേ മനസ്സിലാവണില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അതിൽ എങ്ങനെയാ റിസർച്ച് ചെയ്യുക? ആലോചിച്ചോക്കെ. AD 748 എഴുതിയ വടേശ്വര സിദ്ധാന്തം MSc-കാർക്ക് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മനസ്സിലാവണില്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പൊ അത്രയും പ്യുവർ, അതായത് കറുത്ത വാവ് കഴിഞ്ഞ് പ്രഥമ മുതൽക്ക് ചതുർദശി വരെ ചന്ദ്രന്റെ ആ ലൂണാർ ആംഗിൾ ഉണ്ട്. അതിൽ ഈ ചന്ദ്രന്റെ ഒരാംഗിള് വരില്ല. ചന്ദ്രൻ ഇങ്ങനെ എന്താണ് പറയാ, ഭാഗികമായ ചന്ദ്രന്റെ ആർക്ക് വരുമ്പോൾ ആ ആർക്ക് ഇങ്ങനെ വരുന്ന ഈ ആംഗിള് ഇവിടെ ഇരുന്നുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. നമ്മുടെ പൂർവികര് ചന്ദ്രന്റെ ആ ആർക്കിന്റെ ആംഗിള് സെക്കൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. 1500 വർഷം പുറകോട്ട്, 1500 വർഷം മുമ്പോട്ട് എന്ന് ഗ്രഹണം സംഭവിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത പുസ്തകം ഇന്നുണ്ട്. അടുത്ത നോക്കാം. ജ്യോതിഷത്തിലെ സയൻസ് പറഞ്ഞു, ആ പേപ്പറിലുണ്ട്. അടുത്തത് അതിന്റെ വികാസം. ഈ ജ്യോതിഷത്തിന്റെ വികാസം ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്പ്യൂട്ടറിൽ വന്നിരിക്കുന്ന വികാസമാണ്. എന്താ കാരണം അറിയോ? ഇപ്പൊ നിങ്ങളൊരു ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്ത് എനിക്ക് തന്നു വിചാരിക്കാം. ഞാൻ പൂർണ്ണ ജാതകം എഴുതാൻ മിനിമം 3 ദിവസം വേണം എനിക്ക്. കാരണം കാൽക്കുലേറ്റ് ചെയ്ത് ദശയെടുത്ത് അപഹാരമെടുത്ത് ഛിദ്രം വരെ എടുക്കാം, സൂക്ഷ്മം എടുക്കാൻ പറ്റില്ല. കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോ എവിടെ വേണമെങ്കിലും തെറ്റുപറ്റാം. അപ്പോ ഒരു മൈന്യൂട്ട് തെറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അതനുസരിച്ചുള്ള പ്രഡിക്ഷൻ മുഴുവനും തെറ്റും. ദശയും അപഹാരവും മാറുമ്പോ തെറ്റും. പക്ഷെ ഈ കാൽക്കുലേഷൻ ഇപ്പോ 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ ഉപയോഗിച്ച്. അതാണ് ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത്. ഇവിടെ അസ്ട്രോവിഷൻകാർ വന്നിട്ടുണ്ട്. അവരാ ഫീൽഡിലുള്ളവരാ. അസ്ട്രോവിഷന്റെ സോഫ്റ്റ്വെയർ ധാരാളം പേര് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കേട്ടു. ഞാൻ അവിടെ ക്ലാസ് എടുക്കാനും പോയിട്ടുണ്ട്. 20 രൂപയോ കൊടുത്ത് കമ്പ്യൂട്ടർ ജാതകം എടുക്കുമ്പോ രാശിചക്രം എടുത്താൽ പോരാ, നവാംശം എടുത്താൽ പോരാ, മറിച്ച് ഭാവചക്രം തന്നെ എടുക്കണം. ആ കാൽക്കുലേഷൻ ഇപ്പോ വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. പ്രഡിക്ഷൻ പാർട്ടില് തെറ്റാതെ വേണം അത് ചെയ്യാൻ. ജ്യോതിഷത്തിന്റെ പ്രയോജനം പറഞ്ഞു. ജ്യോതിഷത്തിലെ പരിമിതികൾ എന്ന് പറയുന്നത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. ജനന സമയം തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ആ വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ജാതകത്തില് പെടുന്നുണ്ട്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാള്, അയാളുടെ 5-ാം ഭാവത്തില് ഒരു കുഴപ്പമില്ല, പക്ഷെ അയാൾക്ക് കുട്ടികളില്ല. 5-ാം ഭാവത്തിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, കറക്റ്റ് തന്റെ ജാതക സമയം കൊടുത്ത് ഒന്നുകൂടി കമ്പ്യൂട്ടർ ജാതകം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. കമ്പ്യൂട്ടർ ജാതകം എടുത്തോണ്ട് വരുമ്പോ മേടം രാശിയിൽ ശനി 5-ാം ഭാവത്തില്. അയാൾക്ക് കുട്ടികളുണ്ടാവാനുള്ള സാധ്യത കുറവാ. എന്തുകൊണ്ട് ആദ്യം അങ്ങനെ ജാതകം കാൽക്കുലേറ്റ് ചെയ്തപ്പോ തെറ്റി? അച്ഛൻ ജ്യോത്സ്യനോട് പറഞ്ഞു 9/15 ജനിച്ചു എന്ന് പറഞ്ഞു. 9/15 ജനിച്ചു എന്ന് പറഞ്ഞു. അയാൾ കേട്ടത് 9/15 9/15 ജനിച്ചു എന്ന് ജ്യോതിഷനോട് പറഞ്ഞത്. ജ്യോത്സ്യൻ കേട്ടത് 9:50 അതാണ് ജാതകത്തിൽ തെറ്റ് വന്നത്. അപ്പൊ ശരിക്ക് എവിടെയെങ്കിലും ഒരു പെശക് വന്നാല് ജാതകത്തിന്റെ ഗണനയില് മൊത്തം തെറ്റുവരും. നമ്മൾ എടുക്കുന്നതിൽ തെറ്റുവരും. സിസേറിയൻ ആണെങ്കിൽ എന്താ സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ തീരുമാനിച്ച സമയമാണ്, പ്രകൃതി തീരുമാനിച്ച സമയം അല്ല ജനിച്ചത്. അതുകൊണ്ട്
സിസേറിയൻ ജാതകത്തെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ല എന്ന് മാത്രമേ അഭിപ്രായമുള്ളൂ. എന്താ കാരണം? പ്രകൃതി തീരുമാനിച്ച സമയത്തല്ല നമ്മൾ വരുന്നത്, മറിച്ച് നമ്മൾ തീരുമാനിച്ച സമയത്താണ് വരുന്നത്. എന്തെങ്കിലും പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ നല്ലത്. ജ്യോതിഷത്തിലെ യുക്തി, ഈ ലോകത്തിലെ യുക്തി എന്ന് പറയുന്നത് നന്മ നിറഞ്ഞ രീതിയിൽ ഏത് അറിവ് ഒരാൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചാലും അതാണ് യുക്തി എന്ന് പറയുന്നത്. നന്മ നിറഞ്ഞ രീതിയിൽ ഏതറിവും പൊട്ടാസ്യം സയനൈഡ് പോലും നന്മ നിറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ അതാണ് അതിന്റെ യുക്തി. ജ്യോതിഷത്തിലെ നോൺ സയന്റിഫിക് ആയിട്ടുള്ള വിവരണങ്ങള്, എണ്ണി പറയാം. യഥാർത്ഥത്തില് രാശികളുടെ അധിപൻ, മേടം രാശിയുടെ അധിപതി ചൊവ്വ, എങ്ങനെ കണ്ടു അറിഞ്ഞൂടാ. എടവം രാശിയുടെ അധിപൻ ശുക്രൻ, എങ്ങനെ കണ്ടു അറിഞ്ഞൂടാ. നോൺ സയന്റിഫിക്കാ. ഒരാൾക്കും ഈ ജന്മത്തിൽ തെളിയിക്കാൻ പറ്റില്ല ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം എങ്ങനെ മേടൻ രാശിയുടെ അധിപതിയായി പറയാൻ പറ്റില്ല. ചൊവ്വ എന്ന ഗ്രഹം മകരം രാശിയിൽ വന്നാൽ ഉച്ചത്തിലാണ് മകര ചൊവ്വ. എങ്ങനെ കണ്ടുപിടിച്ചു? ഉത്തരം ഒന്നേ ഉള്ളൂ, മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം. എന്താ? ഗുരു കർക്കിടകത്തിൽ ഉച്ചത്തിലാണ്. എങ്ങനെ കണ്ടുപിടിച്ചു? എന്താ കാരണം അറിഞ്ഞൂടാ. അപ്പോ ഗുരുവും ശുക്രനും ബന്ധുക്കളാണ്. എങ്ങനെ ബന്ധുക്കളാണ് കണ്ടുപിടിച്ചു? എന്തടിസ്ഥാനത്തില് അറിഞ്ഞൂടാ. മനസ്സിലായി? ഒരു രാശിയില് കർക്കിടകത്തില് ഗുരു ഉച്ചം, മകരത്തില് ഗുരു നീചം. എങ്ങനെ കണ്ടുപിടിച്ചു? എന്താ കാരണം അറിഞ്ഞൂടാ. മനസ്സിലായി? 10ാം ഭാവത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ ചൊവ്വാദശയിൽ കാറ് വാങ്ങിച്ചിരിക്കും. എങ്ങനെ കണ്ടുപിടിച്ചു? ഈ ചൊവ്വയും കാറുമായിട്ട് എന്താ ബന്ധം? ഇപ്പൊ നമ്മൾ ചൊവ്വയെ പോയിട്ട് വന്നതാ. എങ്ങനെ കണ്ടുപിടിച്ചു? അറിഞ്ഞുകൂടാ. കണ്ടകശനി 4, 7, 10. 4, 7, 10 ശനി കടന്നുപോയാൽ കണ്ടകശനി കൊണ്ടേ പോവൂ. ആര് കണ്ടുപിടിച്ചു? അറിഞ്ഞൂടാ. 7 ശനി ഗ്രഹചാരത്തില് ലഗ്നത്തിന്റെ 12 2.5 വർഷം, ലഗ്നത്തില് 2.5 വർഷം, ലഗ്നത്തിന്റെ 2ാം ഭാവത്തില് 2.5 + 2.5 + 2.5 7.5 വർഷം ശനി. 7 ശനി ഗോപാലകൃഷ്ണന് കഷ്ടകാലാണ്. ആര് കണ്ടുപിടിച്ചു? പക്ഷെ അവര് പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ ഒരു 100 പോയിന്റ് നമ്മുടെ ജാതകത്തില് നോൺ സയന്റിഫിക് ആയിട്ടുണ്ട്. അതിന്റെ അർത്ഥം യൂസ്ലെസ് ആണെന്നല്ല, പക്ഷെ സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സൂര്യദശ 6 വർഷം, കുജദശ 7 വർഷം, രാഹുദശ 17, അല്ലെങ്കിൽ ശുക്രദശ 20. എങ്ങനെ 20 കിട്ടി? എങ്ങനെ 17 കിട്ടി? ഞാൻ ഉറപ്പിച്ചു പറയാം, ഉത്തരയില്ല. അതിന് ഇത്രയും വർഷം എന്നുള്ളതും. ഇനി ചിലര് പറയാറുണ്ട് അയാൾക്ക് എന്തിന്റെ കുറവാ? ശുക്രദശയാണ്. 12ാം ഭാവാധിപതിയാണ് ശുക്രനെങ്കില് അയാൾക്ക് ശുക്രദശയില് ശുക്രാപഹാരത്തില് വീട്ടില് കണ്ടില്ലെങ്കില് ലിക്കർ ഷോപ്പിലുണ്ടാവും. അപ്പൊ പിന്നെ ശുക്രദശ ആയതുകൊണ്ട് എന്താ പ്രയോജനം? ശുക്രദശ തലമുടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ലിക്കറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശുക്രൻ, കോസ്മെറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശുക്രൻ, സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൺകുട്ടി ലഗ്നത്തിൽ ശുക്രനായിട്ടുള്ളപ്പോൾ ജനിച്ചാൽ അയാൾ നടക്കുന്നത് കണ്ടാൽ അറിയാം, ഇടത്തെ കാലിന്റെ മുമ്പിൽ വലത്തെ കാല് വെച്ചിട്ട് പെണ്ണ് നടക്കുന്ന മാതിരിയായിട്ട് നടക്കാം. സംസാരിക്കുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ,
ഷാഡോ ഗോപിനാഥ് എന്ന് കേട്ടിട്ടുണ്ടോ? തൃപ്പൂണിത്തുറയിൽ ഷാഡോ ഗോപിനാഥ് ഉണ്ട്, അറിയോന്നറിയൂടാ. അദ്ദേഹം ആണാണ്. ഷാഡോ ഗോപിനാഥ് മനസ്സിലായല്ലോ. അദ്ദേഹം സംസാരിക്കണം എങ്ങനെ അറിയോ? ഇന്നലെ ഞാൻ കോഴിക്കോട് പോയിരുന്നു, എന്നിട്ട് തിരിച്ചു വന്നപ്പോ ഉണ്ടല്ലോ ഭയങ്കരമായിരുന്നു കേട്ടോ. കയ്യിന്റെ ആക്ഷൻ നോക്ക. ഞാൻ ഇന്നലെ കോഴിക്കോട് പോയപ്പോ കൈ പോണ പോക്ക് കോഴിക്കോട് തിരിച്ചു വന്നപ്പോ ഉണ്ടല്ലോ ഭയങ്കരമായിരുന്നു. ആ വിരലുകളെ കൈ ഒക്കെ ഡാൻസാ. കാരണം ലഗ്നത്തില് ശുക്രനാണ്. അതുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഭായിയോ അവർ ബഹനോ. പിന്നെ നിങ്ങൾക്ക് ചായ കുടിച്ചു വരാനുള്ള സമയമുണ്ട് അടുത്ത വാക്ക് പറയുന്നതിന് മുമ്പ്. എന്താ കാരണം? 2ാം ഭാവത്തിൽ ശനിയാ, ബ്രേക്കാ. ഇയാളെങ്ങനെ ഈ സംസാരിക്കുന്നതിൽ ബ്രേക്ക് ഇടിക്കുന്നത് അറിഞ്ഞൂടാ. ശനി ബ്രേക്കാ. അവിടെ ഇരുന്നുകൊണ്ട് ശനി നമ്മളെ എന്തെങ്കിലും ചെയ്യല്ല. അപ്പൊ ശനിക്ക് എങ്ങനെ ഈ കാരകത്വം കൊടുത്തു അറിഞ്ഞൂടാ. നമുക്ക് അറിഞ്ഞൂടാ. ശരിക്ക് ചിലരെയൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം. ഡോക്ടർ മൻമോഹൻ സിംഗ് ലഗ്നത്തിൽ ശുക്രനാ. സംസാരിക്കുന്ന രീതി നോക്കുക, വളരെ ഒരു സ്ത്രൈണഭാവാണ്. സ്ത്രൈണഭാവം അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല. കാരണം ലഗ്നത്തിൽ ശുക്രനാണ്. ശുക്രൻ നീചത്തിലാണ്. ഉച്ചത്തിലായിരുന്നെങ്കിൽ ഉറക്കെ പറഞ്ഞേനെ, പറയില്ല. നീചത്തിലാണ് ശുക്രൻ. അപ്പൊ ഇതെങ്ങനെ വന്നു? എന്താ ഉത്തരം? അറിഞ്ഞുകൂടാ. മനസ്സിലായി? അപ്പൊ ശനി എടുത്താൽ 4, 7, 10 ദൃഷ്ടിയുണ്ട്. ദൃഷ്ടി ലഗ്നത്തിലേക്ക്. ഈ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ അറിഞ്ഞൂടാ. 4, 7, 10 ആ ദൃഷ്ടി എങ്ങനെയാ കണ്ടുപിടിച്ചേ അറിഞ്ഞൂടാ. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞെന്തിനാ അറിയോ? ആദ്യം ജ്യോതിഷം പഠിക്കാൻ പോകുന്ന ആള് പഠിക്കേണ്ടത് അറിഞ്ഞുകൂടാന്ന് പറയാനാ. അറിഞ്ഞൂടാ എന്ന് പറയാനാണ് ജ്യോതിഷന്മാർക്ക് ഏറ്റവും വിഷമം. അറിഞ്ഞൂടാ, അത് പറയാൻ പഠിക്കണം. 6ാം ഭാവാധിപതി ശുക്രനാവുകയും ശുക്രദശ വരികയും ചെയ്യുമ്പോ നിങ്ങളുടെ വീട്ടിലെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ എടുത്തിട്ടുണ്ട്. അർത്ഥം മനസ്സിലായല്ലോ? അതാണ് പരസ്പരം. അമ്മച്ചിയുടെ ഓരോ സ്വഭാവം നോക്കിയാൽ മനസ്സിലാക്കാം. ആ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം ശുക്രൻ നീചത്തിലുള്ള കുട്ടിയാണത്. അതിന്റെ ജന്മത്തിലല്ല, സിനിമയിൽ അഭിനയിക്കുമ്പോൾ. അപ്പൊ ഒരു വട്ടി ഇൻഫർമേഷൻ അറിഞ്ഞുകൂടാന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. അപ്പൊ ശരിക്ക് ജ്യോതിഷം പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്ക് അവസാനം പറയേണ്ടി വരുന്ന, നമ്മൾ ഇനിയും പറയാനുണ്ട്, പറയാൻ പറ്റുന്നത് അവരിത് പറഞ്ഞു, ഞാൻ അതനുസരിച്ച് നിങ്ങൾക്ക് വിവരിച്ചു തരും. അർത്ഥം മനസ്സിലായോ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. ആര് പറഞ്ഞു 1000 മീറ്റർ ആണ്? പ്രൂഫുണ്ടോ? ഉണ്ട്. ഇന്ന ആള് പറഞ്ഞു, അതുകൊണ്ട് ഞാനും പറയുന്നു. താൻ അളന്ന് നോക്കിയിട്ടുണ്ടോ? എറണാകുളത്ത് തൃപ്പൂണിത്തുറയ്ക്ക് 6 കിലോമീറ്ററാണ്. താൻ അളന്ന് നോക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ബസ്സുകാർ അങ്ങനെയാ പറയുക 6 കിലോമീറ്റർ. അതെയോ? അപ്പൊ ആരോ പറഞ്ഞതാണ് ഇപ്പോഴും നമ്മൾ എടുക്കുന്നത്. അല്ലേ? 1000ന്റെ നോട്ടിന് 1000ന്റെ വാല്യൂ വരുന്നത് എങ്ങനെയാ? കളർ കൊണ്ടാ. 1000 എഴുതിയത് കൊണ്ട്. 1000 എന്ന് പറഞ്ഞാൽ എന്താ? 1000. ഈ 0ത്തിന് എന്താ വിലയുള്ളേ? 1 കഴിഞ്ഞ് ഇപ്പുറത്തെ 0 ഇട്ടാ വിലയുണ്ട്. അപ്പുറത്തിട്ടാല് വില 0 തന്നെയല്ലേ? അപ്പുറത്തിട്ടാലെന്താ ഇപ്പുറത്തിട്ടാലെന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? അപ്പുറത്തിട്ടാ വിലയില്ല, ഇപ്പുറത്തിട്ടാലേ വിലയുള്ളൂ. ഇതെല്ലാം കൂടി കഴിഞ്ഞ് നമുക്ക് എന്ത് പറയാം? ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ജാന്യഃ ആശ്ചര്യവച്ചൈനം അന്യശൃണോതി. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു അത്ഭുത. അതുപോലെ ആ ജ്യോതിഷവും. അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് അവസാനം എന്ത് പറയാം? അറിഞ്ഞൂടാന്ന് പറയാൻ അറിയാം. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല രസ. അവസാനം നമ്മള് സറണ്ടർ ചെയ്യും. അജാനതാ മഹിമാനന്ദവേദം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി. നിന്റെ മഹത്വം അറിയാതെ കൃഷ്ണ നിന്നെ ഞാൻ എടാ കൃഷ്ണ എടാ യാദവ എന്നൊക്കെ വിളിച്ചു. അതൊക്കെ അബദ്ധാണ് എന്ന് അർജുനൻ പറഞ്ഞ പോലെ ജ്യോതിഷം പഠിച്ച് കുറെ കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊന്നും അറിയാതെയാണ് ഞാൻ ജ്യോതിഷം എന്ന് പറയുന്നത് ശുദ്ധ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞതെന്ന് പറയും. എന്താ കാരണം?
അതിനുപയോഗിച്ച പാരാമീറ്ററുകളെല്ലാം അത് എവിടെ നിന്ന് ഇവർക്ക് എത്തിയെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് പ്രയോജനപ്പെടുത്തി കുറെയൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ക്ലാസ് ഉണ്ടാവും. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഇപ്പൊ ഒരാൾ കോട്ടുവായ വിട്ടതല്ലാതെ, ഇപ്പോന്ന് വെച്ചാൽ ഒരു സെക്കൻഡില് മുമ്പ് കോട്ടുവായ വിട്ടതല്ലാതെ ഇത്രയും നേരം ആരും കോട്ടുവായ വിട്ടില്ല. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ച് ഇവിടെ വന്നിരിക്കാം. കുറേ ചോദ്യങ്ങളുടെ നല്ല ചോദ്യങ്ങളാണ്. ഏത് ചോദ്യവും എഴുതി വെക്കുക. നമുക്ക് കഴിയുന്നത്ര അറിയാവുന്നതൊക്കെ ആണെങ്കിൽ വിഷയം പറയാം. അറിയാത്തത് ഉണ്ടാവും, എനിക്കറിയാത്തത് പറയാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാവധാനത്തിൽ ഭക്ഷണം കഴിച്ചു വരിക. നിങ്ങൾ എപ്പോ വരുന്നോ അപ്പൊ ക്ലാസ് തുടങ്ങും. നേരത്തെ പോകേണ്ടവർക്ക് അവരവർക്ക് തീരുമാനിക്കാം. വളരെ വളരെ സന്തോഷമുണ്ട്.